കൂണുകളെ കുറിച്ച് ഇത്ര പറയാൻ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. എന്നാൽ മാരകമായ അർബുദത്തെ പോലും നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള ഔഷധ മൂല്യം ഈ നിസാരന്മാർക്കുണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിവിധിയായി ചിപ്പിക്കൂണുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇപ്പോഴും ഒരു സമസ്യയായി തുടരുന്ന ക്യാൻസർ രോഗം. ഇതിനെതിരായ ചികിത്സയ്ക്ക് ഫലപ്രദമായ ഉപാധിയായി കൂണുകൾ നിർദ്ദേശിക്കപ്പെടുന്നു. ഈ ദിശയിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പഠന ഗവേഷണങ്ങൾ നടന്നുവരുന്നുണ്ട്. കേരളത്തിൽ കൂണുകളുടെ ക്യാൻസർ പ്രതിരോധ സ്വഭാവത്തെക്കുറിച്ച് സമഗ്രമായ ഗവേഷണം നടത്തിവരുന്ന സ്ഥാപനമാണ് അമല ക്യാൻസർ റിസർച്ച് സെന്റർ. ഗ്യാനോഡർമ ലൂസിഡം എന്ന ഇനം കൂണുകളെയാണ് ഗവേഷണത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കൂണുകളുടെ ഉപരിഭാഗമായ ഫലപിണ്ഡം അഥവാ ഫ്രൂട്ട് ബോഡി ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് സത്ത വേർതിരിച്ചെടുക്കുന്നു. ഈ സത്ത ക്യാൻസർ ബാധിത എലികളിൽ പ്രയോഗിച്ചപ്പോൾ അത്ഭുതകരമായ ഫലങ്ങളാണ് വെളിപ്പെട്ടത്. തുടർച്ചയായ 10 ദിവസം എലികൾക്ക് ഈ സത്ത നൽകിയപ്പോൾ അവയിലെ ട്യൂമർ 97.7% കുറഞ്ഞു. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് ഉണ്ട്. അതാണ് ക്യാൻസറിന്റെ ഇതായിട്ട് ഉപയോഗിക്കുന്ന മരുന്നായിട്ട് ഉള്ളത്. അത് കൂടാതെ തന്നെ വേറെ ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതെല്ലാം ഈ നമ്മുടെ സാധാരണ ആന്റിവൈറലായിട്ടോ അല്ലെങ്കിൽ ഡയബറ്റിക്കിനെതിരായിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആർത്രൈറ്റിസിന്റെ ഇതുപോലുള്ള ഈ നീണ്ടു വരുന്നില്ലേ അങ്ങനെ വരുന്ന മാറ്റാനായിട്ട് മരുന്നുകളെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ ക്യാൻസർ എന്ന മഹാരോഗത്തിനെതിരെയുള്ള മനുഷ്യരാശിയുടെ പോരാട്ടത്തിൽ മൃഗസഞ്ജീവനിയാവുക ഈ നിസാരന്മാരായിരിക്കും.